അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കിഴങ്ങ് പുഴുങ്ങിയതാണ്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല, ഈ ഒരു പരുവത്തിലേ ആകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് 4 സാധനവും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യമായിട്ട് കുറച്ച് ഓയിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പേസ്റ്റ് ആക്കിക്കൊണ്ട് വന്ന തിങ്സ് എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറണം, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉടച്ചുകൊണ്ട് വന്നിരിക്കുന്ന കിഴങ്ങ് അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ചൂട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയും ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടിയിൽ മുക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പേസ്റ്റ് എടുത്ത് ഒന്ന് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ആ മുട്ട നമുക്കിതിനകത്ത് വെച്ച് കവർ ചെയ്തെടുക്കണം. മുട്ട വെളിയിൽ കാണാൻ പാടില്ലാത്ത വിധം വേണം മൊത്തം കവർ ചെയ്തെടുക്കാൻ. അത് പതുക്കെ ചെയ്താൽ മതി. നന്നായിട്ട് എന്നിട്ട് നമുക്ക് നല്ല ബോൾ പോലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അതുമായിട്ട് ഒന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലിലോട്ട് പെട്ടെന്ന് ഇതിടാൻ പാടില്ല. ഇട്ട് പോയാൽ അത് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. അത് സൂക്ഷിച്ചോണം, അത് പൊടിഞ്ഞു പോകാതെ. അപ്പം നമ്മുടെ മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇനി അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.